അതേസമയം ഗോപൻ സ്വാമിയുടെ മക്കളായ സദാനന്ദൻ, രാജസേനൻ എന്നിവരുടെ മൊഴി പോലീസ് വീണ്ടും രേഖപ്പെടുത്തുകയാണ്. വിവരങ്ങളുമായി ടി.വി. പ്രസാദും സുനിഷ അയലൂരും റഹീസ് റഷീദും നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ആദ്യം ടി.വി. പ്രസാദിലേക്ക്. ടി.വി. പ്രസാദ്, ഗുഡ് ഈവനിംഗ്. രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ് അവിടുത്തെ തർക്കങ്ങൾ, സംഘർഷം, അതെല്ലാം. എന്നാൽ ഈ സമാധി സ്ഥലത്ത് ഒരു ആക്ഷനിലേക്ക് പോയാൽ സ്ഥിതി കൂടുതൽ വഷളാകും എന്ന ഒരു തീരുമാനത്തിൽ ഇന്ന് പൊളിക്കേണ്ടതില്ല എന്ന തീരുമാനം എടുക്കുമ്പോൾ അടുത്ത ദിവസം പൊളിക്കൽ ഉണ്ടാകും എന്നതുകൂടിയല്ലേ ഭരണകൂടത്തിന്റെ തീരുമാനം? സുജയ, ഗുഡ് ഈവനിംഗ്. ഉറപ്പായും പൊളിക്കും എന്ന് തന്നെയാണ് തീരുമാനമെടുത്തിരിക്കുന്നത്. കാരണം നിയമപരമായി അങ്ങനെയൊരു സാധ്യത മാത്രമാണ് ജില്ലാ ഭരണകൂടത്തിനും പോലീസിനും ഉപയോഗിക്കാൻ പറ്റുക. കാരണം അസ്വാഭാവിക മരണമാണ്. എങ്ങനെയാണ് മരണം സംഭവിച്ചത്, അതിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ശാസ്ത്രീയമായി പരിശോധിക്കണമെങ്കിൽ ആ കല്ലറ തുറന്ന്, അതായത് ഇവർ സമാധി എന്ന് പറയുന്ന ആ കല്ലറ തുറന്ന് അതിലത്തെ ശരീരം അത് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. സുജയ, ഇവിടെ ഗോപൻ സ്വാമിയുടെ മരണത്തെ തുടർന്നാണ് ഈ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. മരിച്ചതിന് ശേഷം ഈ വീടിന്റെ പരിസരത്തും മറ്റ് പോസ്റ്ററുകളിലുമെല്ലാം ഇതുപോലെയുള്ള പോസ്റ്ററുകൾ വന്നതോടുകൂടിയാണ് ഇത് നാട്ടുകാർ അറിയുന്നത്. അതായത് ഓം കാവു വിളാകം ശ്രീ കൈലാസനാഥ മഹാദേവ ക്ഷേത്രം ആചാര്യ ഗുരു ബ്രഹ്മശ്രീ ഗോപൻ സ്വാമി സമാധിയായി 9/1/2025. ഈ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷമാണ് നാട്ടുകാർ ഇത് അറിയുന്നത്. നാട്ടുകാർ ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എന്ന പരാതി വ്യാപകമാവുകയും ചെയ്തു. അതിനുശേഷമാണ് ജില്ലാ ഭരണകൂടം, പോലീസ്, അതുപോലെ മറ്റ് സംവിധാനങ്ങളെല്ലാം ശാസ്ത്രീയമായ ഒരു പരിശോധനയിലേക്ക് തുടങ്ങുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ പോലീസിൽ നിന്നും റവന്യൂ ടി.വി. പ്രസാദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. സുനിഷ അയലൂരുമുണ്ട് സംഭവസ്ഥലത്ത്. സുനിഷ അയലൂർ, അവിടെ തടിച്ചുകൂടിയത് ഒരുപാട് പേരാണ്. നാട്ടുകാരുണ്ടായിരുന്നു, രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, വിവിധ സംഘടനകളുടെ ആളുകളുണ്ടായിരുന്നു. അവരൊക്കെ ഇപ്പോഴും ഈ സമാധി സ്ഥലത്ത് തുടരുകയാണോ, അതോ ഇന്ന് പൊളിക്കില്ല എന്ന തീരുമാനം വന്നപ്പോൾ അവരൊക്കെ പോയോ? സുജയ, ഗുഡ് ഈവനിങ്. ഏതായാലും രാവിലെ മുതൽ നമ്മൾ കണ്ടത് നാടകീയമായ രംഗങ്ങളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും നിലവിൽ അത്തരമൊരു സാഹചര്യമല്ല ഉള്ളത് എന്നതാണ്. ആളുകളൊക്കെ തന്നെയും പോയിട്ടുണ്ട്. ഒരുപക്ഷെ സുജയ പറഞ്ഞതുപോലെ നേരത്തെ തന്നെ ഇത് പൊളിക്കേണ്ടതില്ല, ഇന്ന് പൊളിക്കില്ല എന്നൊരു തീരുമാനം എത്തിയതിനു ശേഷം ആളുകൾ പോയി എന്നത് തന്നെയാണ്. കാരണം നേരത്തെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധം അത് ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ തന്നെയാണ് ഈ സബ് കളക്ടർ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടക്കുകയും ചെയ്തത്. സുജയ, ഒരുപക്ഷെ ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇത് ഈ ടാർപോളിനിട്ട് കെട്ടിവെച്ചിരിക്കുന്നത് ഇതിനകത്താണ് ഈ സമാധി എന്ന് പറഞ്ഞുള്ള ഈ കല്ലറ ഉള്ളത് എന്നതാണ്. ഇതിന് ചുറ്റിലുമായി പൂർണ്ണമായും ടാർപോളിനിട്ട് പൂർണ്ണമായും കെട്ടിവെച്ചിട്ടുണ്ട്. കാരണം ഇന്ന് രാവിലെ കണ്ട ഒരു രംഗം വെച്ച് നമ്മൾ സാരിയൊക്കെ വെച്ച് തന്നെ ഈ ഫോറൻസിക് സംഘവും പോലീസും ഒക്കെ ചുറ്റിലും കെട്ടിയിരുന്നു. പക്ഷേ ഒരു വലിയ പ്രശ്നം, അതിനുശേഷവും ആളുകൾ ഇതിലേക്ക് ഇരച്ചു കയറുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ പറഞ്ഞതുപോലെ ചേരി തിരിഞ്ഞ് വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെയും കണ്ടത്. അത് പ്രതിഷേധത്തിലേക്ക് കടക്കുമെന്നായതോടുകൂടി തന്നെയാണ് ഏതായാലും ഇതേ രീതിയിൽ ടാർപോളിൻ കെട്ടിക്കൊണ്ട് ഇപ്പോൾ നിലവിൽ മറച്ചിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് മറ്റാർക്കും തന്നെ പ്രവേശനമില്ല എന്നതും പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ തന്നെ ഇനിയും ഇതേ രീതിയിലുള്ള സംഘർഷ സാധ്യത ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഒരു കൂട്ടം ആളുകൾ ഇത് പൊളിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. കാരണം തുടക്കം മുതൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ എത്തുന്നുണ്ടായിരുന്നു. തൊട്ടയൽപ്പക്കത്തെ ആളുകൾ പോലും ഇത് അറിഞ്ഞില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ രാവിലെ എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ഒരു 11 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്ന് ഇളയ മകൻ പറയുന്നു. അങ്ങനെ 11 മണിക്ക് നടന്ന സംഭവം 11 മണി തൊട്ട് പിറ്റേ ദിവസം പുലർച്ചെ 3 മണി വരെ നടന്നിട്ടും ഇത് തൊട്ടടുത്ത ആളുകൾ അറിഞ്ഞിട്ടില്ല എന്നത് ഒരു കാര്യമാണ്. ഈ ആളുകൾ അറിയുന്നത് പോസ്റ്ററുകൾ വന്നപ്പോഴാണ്. അപ്പോൾ അതുവരെ ഈ സംഭവം ഇവിടെ ഈ പറയുന്നത് പോലെയുള്ള പൂജാ കാര്യങ്ങളൊക്കെ തന്നെയും ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് എന്നതാണ്. ഇത് ഇവിടെ വിളക്കും ഈ പൂമാലയും ഒക്കെ വെച്ച് എല്ലാ ദിവസവും ഇവിടെ പൂമാലയൊക്കെ ഇട്ട് പൂജിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസവും വരുമ്പോഴും ഇവിടെ വിളക്ക് കത്തിക്കാനും ഒക്കെയായി ഈ മക്കൾ വരുന്ന കാഴ്ചയും നമ്മൾ കാണുകയും ചെയ്തിരുന്നു. അവർ പറയുന്നൊരു വിചിത്രവാദം എന്ന് പറയുന്നത് ഈ കല്ലറ പൊളിക്കുകയാണെങ്കിൽ, കല്ലറ പൊളിച്ച് മൃതദേഹം പുറത്തെടുക്കുകയാണെങ്കിൽ പോലും വിശ്വാസത്തെ വ്രണപ്പെടും എന്നുള്ളതാണ്. അതായത് ഇവിടെ പവിത്രമായ രീതിയിലാണ് ഇത് പോകുന്നത്. ഈ പാവനമായ ഈ സമാധി പൊളിക്കുകയാണെങ്കിൽ അവിടെ ചില പവിത്രത നഷ്ടപ്പെടും, അത് ശരിയല്ല. അങ്ങനെയുള്ള ചില വിശ്വാസത്തിലൂന്നിയുള്ള ചില കാര്യങ്ങൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അവർ പ്രതിരോധിക്കാനായി പറയുകയും ചെയ്യുന്നത്. നേരത്തെ ഹൈന്ദവ സംഘടനയിലെ ചില ആളുകൾ വന്നപ്പോഴും പറഞ്ഞത് അതുതന്നെയാണ്. ഇത്തരത്തിൽ
ഹൈന്ദവ വിശ്വാസങ്ങളെ തകർക്കാനുള്ള ശ്രമമാണോ നടക്കുന്നത് എന്നത് ഒരു കൂട്ടം പറയുന്നു. അപ്പോഴും ചില നാട്ടുകാർ പറയുന്നൊരു കാര്യം, ഇവിടെ വർഗീയത എന്നൊരു വിഷയം കൊണ്ടുവന്നുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ മതത്തിൻ്റെ പേരിൽ ഒരു കാര്യം കൊണ്ടുവന്ന് വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം, മനഃപൂർവ്വമായ ശ്രമം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന ആരോപണവും ഏതായാലും ശക്തമായി ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും നിലവിൽ ഇത് പൊളിക്കേണ്ട, അതായത് ഇന്നോ നാളെയോ പൊളിക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ പോലും ഇതിലെ സത്യാവസ്ഥ തെളിയാൻ ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് പൊളിക്കേണ്ടതുണ്ട് എന്നതാണ് സുജിയ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ഇവർക്ക് നിരവധി സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഈ പറയുന്നത് പോലെ എങ്ങനെയാണ് മരിച്ചത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. രണ്ട് മക്കളുടെയും മൊഴികളിലുള്ള വൈരുദ്ധ്യമുണ്ട്. ഇനി മകൻ പറഞ്ഞതുപോലെ 11 മണിക്ക് ഇവിടെ വന്നു സമാധിയായി എന്നതാണ് ഇളയ മകൻ പറയുന്നത്. അതിനപ്പുറം തന്നെ ഒരുപക്ഷെ ഇവിടെ ഇരുന്നതിന് ശേഷം എത്ര തവണ ഈ പറയുന്നത് പോലെ 11 മണിക്ക് എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഇവിടെ വന്നിരുന്നത്, അതിനുശേഷം ഈ വലിയ രീതിയിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് തന്നെയാണ് നാട്ടുകാർ എന്തായാലും ഈ സ്ഥലത്തേക്ക് ആരെയും കടത്തിവിടാത്ത തരത്തിൽ അവിടെ സുരക്ഷ കൃത്യമായി ഏർപ്പെടുത്തിയിട്ടുണ്ടോ സുനിഷ? പോലീസിനെ അടക്കം ഡ്യൂട്ടി കിട്ടിയിട്ടുണ്ടോ അവിടെ ഇന്നത്തെ രാത്രിയിലും? സുജയ ഉണ്ട് എല്ലാ പോലീസിൻ്റെ ഒരു സന്നാഹം തന്നെ ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട് എന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസവും, അതായത് ഈ വിഷയം വന്നതിന് ശേഷം നാട്ടുകാർ പ്രതിഷേധവുമായി എത്തിയപ്പോൾ തന്നെയും 1-2 പോലീസുകാർ രാവിലെയും വൈകുന്നേരവുമായി ഇവിടെ ഉണ്ടാകാറുണ്ടായിരുന്നു എന്നതാണ്. പക്ഷേ ഇന്നത്തെ ഒരു സ്ഥിതി കണക്കിലെടുത്തുകൊണ്ട് ഇനിയും സംഘർഷത്തിനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നിരവധി പോലീസുകാരെ ഇപ്പോഴും നിയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു ടാർപോളിൻ്റെ അകത്തേക്ക് ആരെയും കയറ്റിവിടാൻ സമ്മതിക്കുന്നില്ല. പുറത്ത് നിരവധി പോലീസുകാർ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നുണ്ട് എന്നതാണ്. അത്തരത്തിലുള്ള എന്തായാലും ബാലരാമപുരത്തെ സമാധിയിലെ ദുരൂഹത തുടരുകയാണ്. സമാധിക്ക് തൊട്ടരികിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ സുനിഷ അയലൂർ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. റഹീസ് റഷീദ്, ഗുഡ് ഈവനിംഗ്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ വിവരങ്ങൾ തേടേണ്ടതുണ്ട്. വീണ്ടും മൊഴിയെടുക്കുകയാണോ ഇപ്പോൾ? ഗുഡ് ഈവനിങ് സുജയ. വീണ്ടും ഇതിൽ കുടുംബത്തിൽ ഗോപൻ സ്വാമിയുടെ മക്കളായ സനന്ദൻ, രാജസേനൻ എന്നിവരുടെ മൊഴി നെയ്യാറ്റങ്കര പോലീസ് സ്റ്റേഷനിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ കാണുന്നുണ്ടാവും. അദ്ദേഹം ഇരിക്കുന്നത് രാജസേനനാണ്. കഴിഞ്ഞ ദിവസം, അതായത് ഈ സംഭവം പുറത്തറിഞ്ഞ വെള്ളിയാഴ്ച 2 പേരുടെയും വിശദമായ മൊഴി നെയ്യാറ്റിൻകരയിലെ SIയുടെ നേതൃത്വത്തിൽ എടുത്തിരുന്നു. പക്ഷേ ആ മൊഴിയിൽ ചില വ്യക്തത പോലീസിന് വേണം എന്നാണ് മനസ്സിലാക്കുന്നത്. 2 പേരും പറഞ്ഞ കാര്യങ്ങളിൽ വ്യത്യസ്തമായ ചില കാര്യങ്ങളുണ്ട് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും 2 പേരുടെയും വിശദമായ മൊഴി എടുക്കുകയാണ്. അല്പസമയം ഉച്ചയോടുകൂടിയാണ് 2 പേരെയും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് വേണ്ടി കൊണ്ടുവന്നത്. സബ് കളക്ടറും RTOയും DYSPയും ഒക്കെ ആയിട്ടുള്ള ചർച്ച കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മൊഴി ഒന്നുകൂടി ഞങ്ങൾക്ക് വ്യക്തമായി എടുക്കണമെന്ന് നെയ്യാറ്റിൻകര CA അറിയിക്കുന്നത്. അതനുസരിച്ചുള്ള ഒരു മൊഴിയെടുക്കലാണ് നടക്കുന്നത്. മൊഴിയെടുക്കലിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി വീണ്ടും നമുക്ക് റഹീസിലേക്കായി എത്താം. ഒപ്പം TV പ്രസാദും സുനിഷ അയലൂരുമാണ് സമാധി ഇരിക്കുന്ന സ്ഥലത്തു നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നാളെ ആയിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. പൊളിക്കണോ വേണ്ടയോ എന്നതിൽ. പൊളിക്കണമെന്ന നിലപാടിലാണ് ഭരണകൂടം ഉറച്ചു നിൽക്കുന്നത്. എന്നാൽ സാവകാശം വേണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. ഒരുപക്ഷേ കോടതിയിൽ നിന്ന് ഒരു സ്റ്റേ ഓർഡറൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടി ആയിരിക്കാം അവരുടെ നീക്കമെന്നും കരുതുന്നു. അതിന്റെ തുടർ വാർത്തകൾ എന്തായാലും റിപ്പോർട്ടറിലൂടെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിച്ചുകൊണ്ടിരിക്കും. നിരവധി പ്രേക്ഷകർ പല കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പറയും.